പശ്ചിമേഷ്യയിലെ തീ അണയുന്നില്ല എന്ന് മാത്രമല്ല അതിശക്തമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ സമയത്തും ഒരു വല്ലാത്തൊരു അത്ഭുതം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം എന്താണ് ഇങ്ങനെ എന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ അതിശക്തമായ യുദ്ധവിമാനങ്ങൾ, അവരുടെ വിമാനങ്ങളൊക്കെ അതി പവറുള്ളതാണ്. അതിനെയൊക്കെ അടിച്ചിടുന്നുണ്ട്. എങ്കിലും അവരുടെ അതിശക്തമായ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് ഗർജിച്ച് ഇറാന്റെ ഭൂപ്രദേശത്തൊക്കെ സർവനാശം വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ വളരെ ആഴത്തിലുള്ള ഭൂഗർഭ നിലവറകളിൽ നിന്ന് ഒരു ഭീകരമായിട്ടുള്ള അമേരിക്ക പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രതിരോധ ശക്തിയായി അത് ഉയർന്നു വരുന്നത് കാണുമ്പോൾ ലോകം അത്ഭുതപ്പെടുകയാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന ഇസ്രായേലിനെയും അമേരിക്കയും വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യത്തിൽ ഈ 40 വർഷത്തെ 45 വർഷത്തെ പ്രതിരോധവും ഒറ്റപ്പെടുത്തലും ഇതെല്ലാം ഇറാനെ ലോകശക്തിയാക്കി മാറ്റിയോ. മണിക്കൂറുകളോളം തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയാലും ഇറാന്റെ ആയുധ ശേഖരത്തെ തൊടാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല, ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയ്ക്ക് പോലും ഇറാന്റെ ഭൂമിക്കടിയിലെ ഈ രഹസ്യ സാമ്രാജ്യത്തെ തകർക്കാൻ സാധിക്കുന്നില്ല, കണ്ടെത്താൻ സാധിക്കുന്നില്ല, തൊടാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊരു അസാധാരണ യുദ്ധമല്ല. ഇതങ്ങനെ കാണാൻ കഴിയില്ല. രണ്ട് വ്യത്യസ്ത ശക്തികൾ തമ്മിലുള്ള അസമത്വമായ ശക്തി പരീക്ഷണമാണ് എന്നേ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഒരാളെ അടിച്ച് തകർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നടക്കില്ലല്ലോ. തുല്യ ശക്തിയുള്ള രണ്ടുപേർ തമ്മിൽ അടിച്ചാൽ എന്താ സംഭവിക്കുക? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏത് വൻ ശക്തി, ഇനി എത്ര വലിയ ശക്തിയായി കഴിഞ്ഞാലും അവരെയൊക്കെ നിശ്ചലമാക്കാൻ കെൽപ്പുള്ള അത്യന്താധുനിക യുദ്ധ തന്ത്രങ്ങളാണ് ഇറാൻ കാലങ്ങളായി രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നടിച്ചാൽ 20 തവണ തിരിച്ചടിക്കും എന്ന കടുത്ത ഭീഷണിയാണ്. ആ ഭീഷണി ഇറാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വെറും നമ്മൾ ട്രംപ് ചെയ്യുന്നത് പോലെ വെറും തള്ളലും വെറും ശൂന്യമായിട്ടുള്ള വിടലുകളുമല്ല, വെറും വാക്കുകളല്ല. അത് തങ്ങളുടെ ഭൂഗർഭ മിസൈൽ നിലവറകള്, അത്യന്താധുനിക ഡ്രോണുകൾ, അതിവേഗം കുതിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ, ഇതിലൊക്കെ ഇറാൻ സ്വന്തം പ്രതിരോധ ശേഷി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്, പ്രവർത്തിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. പലവട്ടം അത് കാണിച്ചു കൊടുത്തതുമാണ്. ഇസ്രായേൽ അതിന്റെ അല്ലെങ്കിൽ അമേരിക്കൻ താവളങ്ങൾ അതിന്റെ രുചി നല്ലവണ്ണം അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. അമേരിക്കയുടെ ബില്യണുകൾ വിലമതിക്കുന്ന അത്യന്താധുനിക യുദ്ധ സാമഗ്രികൾക്ക് മുന്നിൽ ഇറാൻ ഇത്രയും കാലം വളരെ സൂക്ഷ്മതയോടെ ദൃഢതയോടെ നിലനിർന്നത് അവരുടെ തന്ത്രപരമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഫലമാണ്, അല്ലാതെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചതിന്റെ ഫലമല്ല. അവർ അനന്തമായി ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ ഇവിടെ ആസൂത്രിതമായിട്ട് എടുത്ത് പ്രയോഗിക്കുന്നു, വേണ്ടത് മാത്രം. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക്, ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ. നേരത്തെ അത് തുറന്നു കിടക്കായിരുന്നു, ഒരു കൂട്ടർക്കും ഒരു തടസ്സവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ സാമ്പത്തിക അവസ്ഥ അന്ന് സന്തുലിതമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ ആഗോള ഊർജ വിതരണം പാടെ തകർക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ, ആ സഖ്യരാജ്യങ്ങൾ പോലും ഈ കടുത്ത യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ. അതുകൊണ്ടാണ് അവരൊരു പക്ഷെ മാസങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞത്, ആഴ്ചകൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ സാധാരണഗതിയിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ കൂടെ യുദ്ധത്തിന് ഇറങ്ങുന്ന അവരുടെ സഖ്യരാജ്യങ്ങൾ ഇറങ്ങാത്തത്. കാരണം അവർക്കറിയാം, ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇറാന്റെ ആ ഒരു പാത ബാബൽ മന്ദപ്പ് കൂടി ഒരുപക്ഷെ പൂട്ടേണ്ട സാഹചര്യം വന്നാൽ തങ്ങൾ ഇരുളടഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവർ ഇറങ്ങാത്തത്. ഈ അമേരിക്കയുടെ ട്രംപിന്റെ ഈ വിടുവായത്തിൽ അല്ലെങ്കിൽ തിണ്ടില് അങ്ങ് ഇറങ്ങി പുറപ്പെടാതിരുന്നത്. ലോകത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുമ്പോൾ ഇറാൻ തുടർച്ചയായി അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് സത്യത്തിൽ ആ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണത്. കാരണം അത് മറ്റാരും പ്രതീക്ഷിച്ചതല്ല. വിദേശത്ത് നിന്നിട്ട് ദശലക്ഷക്കണക്കിന് ഡോളറുകളുടെ ആയുധങ്ങൾ സാധാരണ വാങ്ങിക്കൂട്ടലാണ് മറ്റ് രാജ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആയുധങ്ങൾ വാങ്ങുക. ഇങ്ങനെ ആയുധങ്ങൾ വാങ്ങുമ്പോൾ അവരുടെ കൈക്കിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട്, അവർ എത്ര രൂപയുടെ എന്തൊക്കെ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അത് എന്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്, അതിന്റെ റേഞ്ച് എത്രയാണ് എന്നൊക്കെ മറ്റ് രാജ്യങ്ങൾക്ക് അറിയാം. കാരണം ഇവരിൽ നിന്നും തന്നെയാണ് മറ്റുള്ളവരും ആയുധങ്ങൾ വാങ്ങുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ ഈ പതിറ്റാണ്ടുകളിൽ ഇറാൻ ചെയ്തത് അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയില്ല എന്ന് മാത്രമല്ല, സ്വന്തമായി നിർമ്മിച്ചിട്ടുള്ള യുദ്ധോപകരണങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്.
ചിലരുടെ സാങ്കേതിക സഹായങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സാങ്കേതിക സഹായങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആയുധങ്ങൾ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഇറാൻ സ്വന്തം സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എവിടെ നിന്നാണ് വരുന്നതെന്നറിയാതെ ഈ അമേരിക്കയും ഇസ്രായേലും പകച്ചു നിൽക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ദേശങ്ങളിൽ കൊണ്ടുവന്ന് മിസൈലുകൾ വർഷിക്കാൻ ഇറാന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അത്രത്തോളം അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ ഇസ്രായേൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അമേരിക്കൻ വ്യോമതാവളങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ടും ഇറാന് സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്, അതനുസരിച്ചിട്ടുള്ള യുദ്ധ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി നശിപ്പിച്ചു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അത് വെറും ഒരു പ്രചരണം മാത്രമാണ് എന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. 136 ദിവസത്തെ കടുത്ത സംഘർഷത്തിന് ശേഷവും, ഏതാണ്ട് 140 ദിവസത്തെ കടുത്ത സംഘർഷത്തിന് ശേഷവും ഇറാൻ കൂടുതൽ ശക്തമായി നിലകൊണ്ടു, അല്ലെങ്കിൽ നിലയായി വരുന്നു എന്നതിലുപരി അമേരിക്കയുടെ എല്ലാ കണക്ക് കൂട്ടലുകളെയും പാടെ തകിടം മറിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഇത് ഇറാന്റെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള യുദ്ധതന്ത്രങ്ങളുടെ ഒരു വലിയ വിജയമാണ്. അത് മറ്റ് രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തതുമാണ്. അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് ഇറാന്റെ ഭൂഗർഭ ആയുധ ശേഖരം തന്നെയാണ്. അത് എവിടെയാണെന്ന് അറിയാൻ വയ്യ, എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വയ്യ, എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അറിയാൻ വയ്യ. 100 കണക്കിന് മീറ്റർ ആഴത്തിലുള്ള പാറയിടുക്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകൾക്ക് മുന്നിൽ അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനിക ബങ്കർ തകർക്കുന്ന ബോംബുകൾ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ പോലും ഫലപ്രദമല്ല, അതിന്റെ 7 അയലത്ത് എത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര ബോംബുകൾ ഇട്ടോടെ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു ബഹുമുഖ തിരിച്ചടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പല ഭാഗത്തു നിന്ന്. അതായത് ഇറാൻ വലിയ ഭീഷണിയിലാണ് എന്നും ഇറാനെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ തീരുമാനിച്ച് നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത്. അങ്ങനെ നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ഭരണാധികാരികൾ മുഴുവൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും ഇറാനെ കീഴ്പ്പെടുത്താൻ ഇപ്പോ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കഴിയില്ല എന്നവർ തിരിച്ചറിയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, അവരുടെ സഖ്യരാജ്യങ്ങൾ, അന്താരാഷ്ട്ര ഊർജ മാർഗങ്ങൾ, ഈ എണ്ണ കൊണ്ടുപോകാനുള്ള വഴികൾ, ഇതെല്ലാം ഇറാന്റെ കൃത്യമായ ലക്ഷ്യങ്ങളാണ്. ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള അതിശക്തരായ നേതാക്കൾ അവരൊക്കെ എത്രയൊക്കെ ഭീഷണി മുഴക്കിയിട്ടും ഇറാൻ ഒരു അടി പോലും പിന്നോട്ട് പോയിട്ടില്ല. കാരണം അവരുടെ ആഭ്യന്തര തയ്യാറെടുപ്പുകൾ അത്രമേൽ അസാധാരണമായതാണ്. കാരണം ഇത് പ്രതീക്ഷിച്ചിരുന്നതാ. ഏത് നിമിഷവും, അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെടുന്നതിന് തൊട്ടടുത്ത മണിക്കൂറിൽ അതിലും വലിയ തിരിച്ചടി കൊടുക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു? കാരണം അതുപോലും അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. തങ്ങളുടെ നേതാക്കളെ കൊല്ലപ്പെടുത്താൻ അവർ ഒരുപക്ഷെ ഏത് നിമിഷവും അവർക്ക് കഴിഞ്ഞേക്കും, അവർ ചെയ്തേക്കും. കാരണം അവരുടെ ചാരന്മാരും അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യയും അത്രത്തോളം വികസിച്ചിട്ടുള്ളത് കൊണ്ട് അവരത് ചെയ്തേക്കും. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് നെക്സ്റ്റ്? അത് നേരത്തെ കാലേ കൂട്ടി അവർ തീരുമാനിച്ചു വെച്ചിരുന്നു എന്നാണ്. ഈ പോരാട്ടത്തിൽ ഇറാൻ ഇന്ന് ഒറ്റയ്ക്കല്ല. റഷ്യ, ചൈന, നോർത്ത് കൊറിയ തുടങ്ങിയ വലിയ ശക്തികളെ, അതായത് അമേരിക്ക ഭയപ്പെടുന്ന ശക്തികളുടെ ശക്തമായ പിന്തുണയോടെ ഒരു പുതിയ ലോകശക്തി ഒരു ബ്ലോക്കിന്റെ മുൻനിരയിലാണ് ഇറാൻ ഇപ്പോ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് അമേരിക്ക തിരിച്ചറിയാം. അമേരിക്കയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ഇറാൻ നടത്തുന്ന ഈ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ലോകത്തെമ്പാടുമുള്ള ദേശീയവാദികൾക്ക് വലിയൊരു പ്രചോദനമാണ്. സ്വന്തം രാജ്യം, ആ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ നിലകൊള്ളും എന്ന് ചിന്തിക്കുന്നവർക്കാണ് അത് പ്രചോദനമാകുന്നത്. അല്ലാതെ ആരാന്റെ ദേശത്ത് കയറി അടിച്ച് അവരുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അവിടുത്തെ ജനതയെ കൊല്ലുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നവരെ തീവ്രവാദികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ജനതയുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിട്ട് ഒരു പ്രചോദനമല്ല. അവർക്ക് ഇതൊരു തീവ്രവാദമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് കയറി ആക്രമിച്ച് നമ്മുടെ ജനതയെ കൊന്ന് നമ്മുടെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കി വരുന്ന ആര് തന്നെ ആയാലും അവരെ തകർക്കാൻ നമ്മൾ മുന്നിട്ട് ഇറങ്ങുന്നുവെങ്കിൽ, അടുത്ത സെക്കൻഡിൽ അവരെ തകർത്ത് തരിപ്പണമാക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ തീവ്രവാദം എന്ന് വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാനിൽ സംഭവിക്കുന്നതും അത് തന്നെയാണ്. ചെറിയൊരു സൈനിക ആക്രമണം പോലും അമേരിക്കയ്ക്ക് താങ്ങാനാവാത്ത വലിയ സാമ്പത്തിക സൈനിക നഷ്ടങ്ങൾ വരുത്തിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന്റെ ജനതയുടെ ആ ഒരു കുറ്റിയുറപ്പ്, ആ ദൃഢ നിശ്ചയം, അവരുടെ സൈനിക നേതൃത്വത്തിന്റെ തന്ത്രപരമായിട്ടുള്ള ബുദ്ധി, ഇതെല്ലാം ഒത്തുചേർന്നപ്പോൾ അമേരിക്കയ്ക്ക് ഒരിക്കലും ഇനി
ഭേദിച്ചു പോകാൻ കഴിയാത്ത ഒരു അദൃശ്യ പ്രതിരോധ മതിൽ അവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇറാനെ അത്ര എളുപ്പം തൊടാൻ കഴിയില്ല എന്ന് ഒരു തർക്കമില്ലാതെ പറയാൻ കഴിയുന്നത്. തങ്ങളുടെ ഭൂഗർഭ സാമ്രാജ്യം, അജയ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ, തന്ത്രപരമായിട്ടുള്ള ആ ഒരു സ്ഥിതി, ഇതിലൂടെ ഇറാൻ അത് ലോകത്തിന് വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഇറാന് നേരെയുള്ള ഏതൊരു ആക്രമണവും അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ലോക ചരിത്രത്തില് ഇതൊരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ചെറിയ രാജ്യം ലോകത്തിന്റെ ഏറ്റവും വലിയ മഹാശക്തിയെ നിശ്ചലമാക്കുന്ന അത്ഭുതകരമായ ഒരു അധ്യായമാണ് പശ്ചിമേഷ്യയിൽ പിറവിയെടുക്കുന്നത്. ഇറാൻ ഈ പോരാട്ടത്തിൽ, ഇറാനും അമേരിക്കയും ഇസ്രായേലും കൂടി ഇപ്പോൾ അടിക്കുന്ന ഈ അടി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇറാൻ തന്നെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇറാനിൽ നഷ്ടങ്ങളില്ല എന്നല്ല പറയുന്നത്, ഇറാനിൽ നഷ്ടങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന ആ വൻകരയിലെ നഷ്ടങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്ക സ്ഥാപിച്ചിരിക്കുന്ന പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ നശിച്ചു പോവാണ്. ആ അമേരിക്കൻ താവളങ്ങൾ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളാണ് എന്നതുകൊണ്ട് ആ രാജ്യങ്ങളാണ് നശിക്കുന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇതെവിടെയാണ് അമേരിക്കയുടെ കുറുക്കൻ ബുദ്ധി ഉണരുന്നത്. ഇനി എങ്ങനെ കണക്ക് കൂട്ടിയാലും അവിടെ അമേരിക്കയുടെ ആയുധങ്ങൾ, അമേരിക്കയ്ക്ക് അഭിമാനമായി അവർ ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന വിമാനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, അത്യന്താധുനിക സംവിധാനങ്ങൾ, ഇതിനൊക്കെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ആ പോരാട്ടത്തിൽ ഇറാൻ തന്നെ വിജയിക്കും, അല്ലെങ്കിൽ ഇറാനാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിന് മനസ്സിലാക്കണം. കാരണം അവരുടെ യഥാർത്ഥ ശക്തി സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കടിയിലെ നിലവറകളിൽ മാത്രമല്ല, അവരുടെ മാതൃരാജ്യത്തിനായി നിലകൊള്ളുന്ന ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആ രാജ്യത്തെ ജനങ്ങൾ പല തട്ടിലായിരുന്നു എന്ന് നമുക്കറിയാം. ആ പല തട്ടുകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാനെ കയറി ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും തയ്യാറായത്. ഇതാണ് തക്കം. ആയത്തുള്ള അലി ഖമേനി അങ്ങോട്ട് തീർത്ത് കളയാം, എന്നിട്ട് പഴയ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നല്ലോ, അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് കരുതിയത്. പക്ഷെ അവിടെ തെറ്റി. ഇറാനെ തൊട്ട നിമിഷം തങ്ങളുടെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനമെന്ന് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. എന്ന് മാത്രമല്ല, അവർ ഒരുമിച്ച് നിലകൊള്ളുകയും ചെയ്തു. അതോടുകൂടി ഇറാൻ അതിശക്തമായ ഒരു നിലയിൽ എത്തുകയും ചെയ്തു. എന്തു വന്നാലും നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തുകയും ചെയ്തു. കാര്യം ജനങ്ങളൊപ്പം ഉണ്ടല്ലോ, ജനങ്ങൾ തയ്യാറാണല്ലോ. ആ ഒരു നിലയിൽ എത്തിയതോടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ സകല തന്ത്രങ്ങളും പാളി താളം തെറ്റുകയും ചെയ്തു. Different angles. Don't forget to subscribe and support this channel.